Lord, hallelujah. സന്തോഷത്തോടെ കർത്താവിനെ ഒരു നിമിഷം സ്തുതിക്കാം, കരങ്ങളെല്ലാം ഉയർത്തി. ഇത്രത്തോളം കർത്താവ് വളരെ അത്ഭുതകരമായി, അതിശയകരമായി ഓരോ ദിവസവും കർത്താവ് നമ്മളെ നടത്തുന്നു. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം തന്ന് വളരെ അത്ഭുതകരമായി കർത്താവ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ കുറവുകൾ വരാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾ വരാഞ്ഞിട്ടല്ല, ബുദ്ധിമുട്ടുകൾ വരാഞ്ഞിട്ടല്ല, പക്ഷെങ്കിൽ അവിടെയെല്ലാം തള്ളിക്കളയാതെ നമ്മളെ മാറോട് ചേർക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിനായി ഹല്ലേലൂയ. അല്പസമയം വായികളെ തുറന്നൊന്ന് സ്തുതിക്കാമോ കർത്താവിനെ? നമ്മളിരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ നമ്മൾ കർത്താവിനെ അല്പസമയം വായികളെ തുറന്ന് സ്തുതിക്കും. കാരണം അവൻ സ്തുതിക്ക് യോഗ്യനാണ്, അവൻ സ്തോത്രത്തിന് യോഗ്യനാണ്. ഹല്ലേലൂയ. കഴിഞ്ഞൊരു വർഷക്കാലം, ഈ ദിവസം ഈ ഒരു വർഷം തീരാൻ വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ കർത്താവ് ഇത്രത്തോളം വളരെ അതിശയകരമായി നമ്മളെ നിർത്തിയ കർത്താവിൻ്റെ കൃപയ്ക്കായി ഒന്ന് വായികളെ തുറന്ന് നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? കർത്താവേ, ഹല്ലേലൂയ. അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവേ, അവിടുത്തെ ചില ഉദ്ദേശങ്ങളും കൂടെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി ദൈവം നമ്മളെ ഭൂമി നിലനിർത്തിയിരിക്കുകയാണ്. ഏൽപ്പിച്ച നാളുകൾ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കണ്ണിൻമണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കണ്ണിൻമണി പോ കണ്ണിൻമണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. ഹൃത്തിലെന്നെ വാഹിച്ചതീനാ മുള്ളിൻ കുരുക്കാതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വാഹിച്ചതീനാ മുള്ളിൻ കുരുക്കാതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും ഏശില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാ തുമ്പമൊന്നും ഏശി. ചേർന്ന് പാടാമോ? കണ്ണിൻമണി പോ കണ്ണിൻമണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതീനാ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതീനാ ഭാരപ്പെടുവാൻ
നേരമില്ല. ഒന്ന് ചേർന്ന് പാടാം. കണ്ണിൻമണി പോൽ, കണ്ണിൻമണി പോൽ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കുന്ന കർത്താവിന്റെ സ്നേഹത്തിന്റെ കരങ്ങൾ ഉയർത്തിക്കൊന്ന് സ്തുതിക്കാമോ? നമ്മൾ അറിയാവുന്ന പാട്ടുകൾ പാടിയാലും അറിയാത്ത പാട്ടുകളൊക്കെ പാടിയാലും ഏത് പാടിയാലും കർത്താവിനെ അല്പസമയം സ്തുതിക്കുക. കാരണം ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇച്ചിരി ബലഹീനമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ശരീരത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ സമയം വീട്ടിൽ പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കിടന്ന് വൈഫുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്, എല്ലാം ചെയ്തു തരുന്നുണ്ട്. പക്ഷെങ്കിൽ വൈഫ് എത്രത്തോളം ചെയ്യുന്നെന്ന് പറഞ്ഞാലും ഞാനൊരു അമ്മയുടെ സ്നേഹത്തെ പറ്റി പറയാനാണ്. അപ്പം ഓരോ കാര്യങ്ങൾ ഭയങ്കര ആജ്ഞ കൊടുക്കുന്ന പോലെ അമ്മ പറഞ്ഞത്, അങ്ങനെ ചെയ്തു കൊടുക്കുക, അല്ലെ അവന് ഇന്ന പോലെ ചെയ്തു കൊടുക്കുക, അല്ലെ അവൻ്റെ പനി മാറത്തില്ല, ഇന്ന പോലെ ചെയ്യുക. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും പനിയുണ്ടോയെന്നോ വന്ന് നെറ്റിയിലൊക്കെ ഇങ്ങനെ കൈവച്ച് നോക്കുക. ഞാൻ പറഞ്ഞത്, നമ്മൾ എത്ര വലുതായെന്ന് പറഞ്ഞാലും ഒരമ്മ നമ്മളെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മൾ എത്ര പ്രായമായെന്ന് പറഞ്ഞാലും ഒരമ്മ നമ്മളെ അങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ യേശു കർത്താവ് നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പാടി, പ്രാണനേക്കാൾ അരികിലുള്ളതാ, ഭയപ്പെടുവാൻ കാര്യമില്ല. ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാരം, ഭയപ്പെടുത്തുന്ന കാര്യം മരണമാണ്. എവിടെ നോക്കിയാലും ഇന്നും ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ പെട്ടെന്നൊരു ന്യൂസ് കണ്ടു, ഇന്നൊരു സ്ഥലത്ത് 4 പേര് മരിച്ചുപോയി. നമ്മൾക്ക് പെട്ടെന്ന് കാണുന്ന. പക്ഷേ ജീവിതത്തിൽ ഏത് മേഖലയിലൂടെ നമ്മൾ കടന്നു പോയാലും അവിടെ എല്ലാം നമ്മളെ താങ്ങുന്ന, നമ്മളെ കരുതുന്ന, നമ്മളെ പുലർത്തുന്ന, നമ്മളെ മാറ്റി നിർത്തുന്ന, അനർത്ഥങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. അതാ പറയുന്നത്, അമ്മ നൽകും സ്നേഹത്തെക്കാൾ യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം നമ്മൾ ഉയർത്തുന്നത് യേശുവിൻ്റെ നാമത്തെയാണ്. ഹല്ലേലൂയ. ഒരു രോഗമോ, ഒരു പ്രശ്നമോ, ഒരു പ്രയാസമോ, ഒരു ബുദ്ധിമുട്ടോ അല്ല നമ്മൾ ഇന്ന് രാത്രി ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ നാമം ഇന്ന് ഈ രാത്രികാലം ഉയർന്നു നിൽക്കണം. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു, ഓ യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ, വേറെയാരും വേറെയൊന്നും എന്റെ പ്രിയനെ പോ യോഗ്യമല്ലേ. ഒന്ന് ചേർന്ന് പാടാമോ? യേശു മാത്രം, യേശു മാത്രം സ്തുതികൾക്കു യോഗ്യൻ, വേറെയാരും വേറെയൊന്നും എന്റെ പ്രിയനെ പോ യോഗ്യമല്ലേ. ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തുമോ? യേശുവേ പോലെ ആരും ഇല്ല, എന്റെ പ്രിയനെ പോലെ ആരും ഇല്ല. യേശുവേ പോലെ, യേശുവേ പോലെ ആരും ഇല്ല, എന്റെ പ്രിയനെ പോൽ ആരും ഇല്ല. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ.
മഹത്വം. എന്റെ പ്രാണപ്രിയന വന്ദനം. എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് മഹത്വം. എന്റെ യേശുവിന് മഹത്വം. ഓ, എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് മഹത്വം. എന്റെ യേശുവിന് മഹത്വം. എന്റെ പ്രാണപ്രിയന് വന്ദനം. ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും, ഓരോ സാഹചര്യങ്ങൾ, ഇപ്പോൾ മൈക്ക് ഇവിടെ ഇരിക്കുന്നവരുടെ നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കാണും. കർത്താവ് നടത്തിയ വഴികൾ ഒരുപാട് സാക്ഷ്യങ്ങൾ കാണും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എന്നെ വളരെ അത്ഭുതകരമായിട്ട്, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും ഇവിടെ നിന്ന് ഓരോ പാട്ടുകളൊക്കെ പാടുമ്പോഴും എനിക്കറിയാം എനിക്കിതിനൊരു യോഗ്യതയുമില്ലെന്ന് എനിക്കറിയാം. നല്ല ബോധ്യത്തോടെ ഞാൻ വന്ന് നിൽക്കുന്നത്. പക്ഷെങ്കിൽ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് യോഗ്യനെ നേടുന്നതാണ് നമ്മുടെ കർത്താവ്. നമ്മൾ പലപ്പോഴും കർത്താവ് നമ്മളോട് ഒരു വാഗ്ദത്തം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയായിരിക്കും. ഈ സാഹചര്യത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു സാധ്യതയും ഇല്ല ഈ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി. അങ്ങനെ കുറെ നാൾ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്, കുറെ നാൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഈ ഒരു കഴിഞ്ഞ 2 വർഷം കൊണ്ട് കർത്താവ് പഠിപ്പിച്ചു, എടാ, ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് സാഹചര്യമായി നീ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യരുത്. ഞാൻ പറയുന്നത് അതിനപ്പുറമാണ്. എല്ലാ വഴികളും നിന്റെ മുൻപിൽ അടഞ്ഞു നിന്നാലും ദൈവം നിനക്ക് വേണ്ടി ഒരു വിശാലമേറിയ വാതില് മറ്റുള്ളവരെ കാണുക നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. ഓ, എല്ലാ വഴികൾ എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വെച്ച. ചേർന്ന് പാടൂ. എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വെച്ച. സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. യാക്കോബിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യാക്കോബിന് ഏറ്റവും ഇഷ്ടമുള്ള മകനാണ് യോസഫ്. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ യോസഫിന് ഒരു പ്രത്യേകതയുണ്ട്. യോസഫ് ഒരു സ്വപ്നക്കാരനായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. അവന്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും ഒരു പാളിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ താൻ കാണുന്ന സ്വപ്നങ്ങൾ തന്റെ സഹോദരമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. എപ്പോഴും ഷെയർ ചെയ്യുമായിരുന്നു. പക്ഷെങ്കിൽ ഇത് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. യോസഫിന്റെ കൂടെ വന്ന അയൽവക്കക്കാരോ അല്ലോ നാട്ടുകാരോ അവരാരും അല്ല യോസഫിനെ തള്ളിക്കളഞ്ഞത്. മറിച്ച് കൂടെ നിന്ന ആൾക്കാർ തന്നെയാണ് യോസഫിനെ തള്ളിക്കളഞ്ഞത്. നമ്മൾ കാണുന്നുണ്ട്, വചനം വായിക്കുമ്പോൾ കാണുന്നു, ഏതോ ഒരു വന്യമൃഗം പിടിച്ച് ആ വസ്ത്രം മാത്രം യാക്കോബിന്റെ കരങ്ങളിൽ കൊണ്ട് കൈ കൊടുക്കുന്നുണ്ട്. അപ്പോഴും യോസഫ് കിടക്കുന്നത് എവിടാണ്? പൊട്ടക്കിണറ്റിൽ കിടക്കുക. പക്ഷെ യോസഫെ, നീ പൊട്ടക്കിണറ്റിൽ കിടന്നാലും വാഗ്ദത്തം ചെയ്ത ദൈവം നിന്റെ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. ദൈവം നിന്നെ ഒരു സ്വപ്നം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഒരു വാഗ്ദത്തം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർത്താവ് എപ്പോഴും നിന്റെ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൽ വരുന്ന സകല പ്രശ്നങ്ങളിലും ഞാൻ തകർന്നു പോകാനല്ല, ഞാൻ ക്ഷീണിച്ചു പോകാനല്ല, അതിനുമേലെല്ലാം ജയം വരിച്ച് ഒരു സ്വർഗ കവാടം എൻ്റെ കർത്താവ് ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. ഏതൊക്കെ വിഷയമോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നോ, പ്രയാസപ്പെടുന്നോ, പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നോ, അതിനെല്ലാം കർത്താവ് ഇന്ന് രാത്രികാലം മറുപടി തരും. ഹല്ലേലൂയ. പിന്നെ കാണുന്നത് കച്ചവടക്കാരെ കൊണ്ടുപോകുന്നു. പിന്നെ പൊത്തിഫറിന്റെ ഭവനത്തിൽ ചെല്ലുന്നു. അവിടെ താൻ പറ്റാത്ത ഒരു വലിയൊരു വിപത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. പക്ഷെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ട് താൻ ഓടുന്നുണ്ട്. പിന്നെ കാരാഗൃഹത്തിൽ കിടക്കുന്നു. പിന്നെ സ്വപ്നം കാണുന്നു, അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ നീണ്ട ഒരു സംഭവം കാണുന്നുണ്ട്. പക്ഷെ പിന്നത്തേതിൽ നമ്മൾ കാണുന്നത് യാക്കോബിന്റെ കാര്യമാണ്.
ഈ യാക്കോബും വർഷങ്ങളായിട്ട് ചിന്തിച്ചു, എപ്പോഴെന്ന് വെച്ചാൽ എപ്പോഴും തേങ്ങുന്നുണ്ടായിരിക്കും, കരയുന്നുണ്ടായിരിക്കും. കാരണം താൻ ഏറ്റവും അധികം സ്നേഹിച്ച മകൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. മാറ്റപ്പെട്ടതാണോ, വന്യമൃഗം കടിച്ചു കീറി തിന്നു കളഞ്ഞു. അപ്പൊ ആ ഒരു വേദന ആ പിതാവിന്റെ മനസ്സിൽ. പക്ഷെങ്കിൽ ആ രാജകൊട്ടാരത്തിൽ നിന്ന് അയച്ച ആ രഥങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരിക്കലും എനിക്ക് തോന്നുന്നു അപ്പൻ വിശ്വസിച്ച് കാണത്തില്ല തൻ്റെ മകൻ അയച്ചത് തന്നെയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എതിരാണെങ്കിലും ദൈവം നിനക്ക് വേണ്ടി സ്വർഗ കവാടം തുറക്കും. ഹല്ലേലൂയ. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നുണ്ട്, എല്ലാ നാവും സർവലോകവും യേശുനാമം ഉയർത്തിയിടുമേ, ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. ചേർന്ന് പാടാം. എല്ലാ നാവും സർവലോകവും ഓ യേശുനാമം ഉയർത്തിയിടുമേ, ബഹുമാനവും സ്തുതി സ്തോത്രവും സർവം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. യേശുവെ പോലെ ആരും ഇല്ല. എന്റെ പ്രിയനെ പോൽ ആരും ഇല്ല. യേശുവെ പോലെ ആരുമില്ല. യേശുവെ പോലെ ആരും ഇല്ല. എന്റെ പ്രിയനെ പോലെ ആരുമില്ല. എന്റെ പ്രിയനെ പോലാരും ഇല്ല. ആ കരങ്ങളെല്ലാം ഉയർത്തി ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, 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 ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് മഹത്വം, എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് മഹത്വം, എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. ഞാൻ ഇവിടെ നിന്ന് ഓരോന്ന് പറയുമ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്. പലപ്പോഴും ഞാനൊരു പക്ഷെങ്കിൽ നിങ്ങളോട് എനിക്ക് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ ചെറിയൊരു അനുഭവം, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറിയൊരു അനുഭവം ഞാനത് പറയാം. നമ്മൾ ഒത്തിരി കുറച്ച് മാതാപിതാക്കൾ വീടിരിപ്പുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ അവരെ നല്ല ശിക്ഷ കൊടുക്കാറുണ്ട്, അല്ലേ? നല്ല അടി കൊടുക്കാറുണ്ട്. അടി മേടിച്ചവരൊക്കെ അവിടെ ഇരിക്കുന്നത്. ഞാനും ഒത്തിരി അടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടിയൊക്കെ മേടിച്ചിട്ട് ചില ദിവസങ്ങളിൽ രാത്രിയിൽ വളരെ പിണങ്ങിയൊക്കെ പോയി കിടന്നുറങ്ങും. ഈ ഉറങ്ങി ഏകദേശം ഒരു രാത്രി, നല്ല രാത്രിയൊക്കെ ആകുന്ന സമയത്ത് ഈ അടിച്ച ഭാഗത്ത് വന്നിരുന്ന് ഇങ്ങനെ തിരുമ്മി തരുന്നത് കാണാം. നമ്മൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റൊക്കെ നോക്കുമ്പോൾ മറ്റാരുമല്ല, നമ്മുടെ അമ്മയാ. അമ്മ വന്നിട്ട് അമ്മ അടിച്ചതിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ തിരുമ്മി തരുക. അങ്ങനെ ഒത്തിരി തിരുമ്മൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. തിരുമ്മ മാത്രമല്ല, കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരമ്മ നിന്നെ അത്രയും സ്നേഹിക്കുന്നെങ്കിൽ വചനം പറയുന്നു, പെറ്റമ്മ നിന്നെ മറന്നാലും മറക്കാത്തൊരു സ്നേഹമുണ്ട്. ഓ കരഞ്ഞു കൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. കരഞ്ഞു കൊണ്ടുറങ്ങിയ
എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയി. അല്ലേ? കരഞ്ഞുകൊണ്ടുറങ്ങി എത്ര രാവുകൾ നമ്മുടെ ജീവിതയാത്രയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ പാട്ടുകാരൻ അടുത്ത ലൈൻ പറയുന്നത് ഇങ്ങനാണ്: ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു നോക്കിയപ്പോ താങ്ങും തലോടലുമായി എന്റെ യേശു എന്റെ അരികെ നിൽപ്പുണ്ടെന്ന്. ഹല്ലേലൂയ! എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട്? എന്റെ പ്രശ്നങ്ങൾ കണ്ട് മറികടക്കാത്തവൻ എന്റെ ദൈവം. ഹല്ലേലൂയ! ആ കരങ്ങളെല്ലാം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താമോ? ആരാധന, വായികളെ തുറന്ന് ആരാധന, ആരാധന, ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പോകും. ആ പാട്ടിന്റെ അടുത്ത് ഇത് പറയുന്നുണ്ട്: നമ്മൾ മനുഷ്യരടുക്ക ഒരു സഹായത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഒരു സാമ്പത്തികമായിക്കോട്ടെ, അവർ തിരിച്ച് നമ്മളോട് ചോദിക്കും, എന്തിനാ? അല്ലെ? നമ്മളോട് ചോദിക്കുന്നത് എന്തിനാ? നമ്മളൊരു ഇത്ര തുക അവരോട് പറയുമ്പോൾ അവർ തിരിച്ചു പറയും, ഇത്ര വേണോ? ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കും. എന്തും ആയിക്കോട്ടെ, ഏത് കാര്യം ആയിക്കോട്ടെ. പക്ഷെ നീ യേശുവിന്റെ അടുക്ക ചെന്ന് ചോദിച്ചാലുണ്ടല്ലോ, യേശു ഒരിക്കലും നിന്നോട് ചോദിക്കത്തില്ല എന്തിനാ, ഇത്ര വേണോ, ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊന്നും യേശു നിന്നോട് ചോദിക്കത്തില്ല. നിനക്ക് വേണ്ടുന്നതും തരും, അതിലധികമായി കർത്താവ് നിനക്ക് തരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ഒരു പ്രാർത്ഥനയോടെ ഒരു പരിധി വെച്ച് നിങ്ങളുടെ വീടിന്റെ സാഹചര്യം ഒക്കെ വെച്ച് നോക്കിയായിരിക്കും നിങ്ങൾ ഇന്ന് യേശുവിന്റെ അടുക്കൽ വരുന്നത്. പക്ഷെങ്കിൽ യേശു നോക്കുന്നത് നിന്റെ വീടോ, നിന്റെ കൂട്ടുകാരോ, നിന്റെ നാട്ടുകാരോ, നിന്റെ ഭവനമോ, നിന്റെ ചാർച്ചക്കാരോ, ഇവരൊന്നും അല്ല യേശു നോക്കുന്നത്. യേശു നോക്കുന്നത് നമ്മളെ ഓരോരുത്തരെയുമാണ്. നമ്മുടെ മനോഭാവമാണ് യേശു നോക്കുന്നത്. നീ തകർന്നാണോ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്? നിന്നെ പണിയുവാൻ യേശു ശക്തനാണ്. ഇന്ന് രാത്രിയിൽ യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളൊരു സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. വിശ്വാസത്തോടെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാം. എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ആരെല്ലാം എനിക്കെതിരായി നിൽക്കാൻ നോക്കിയാലും, ഒരു ശത്രുവും എന്റെ മേലെ നിൽക്കാൻ നോക്കിയാലും അതിനൊന്നും എന്നെ പിടിച്ചു കയറ്റാൻ കഴിയത്തില്ല. കാരണം സർവശക്തനായ ദൈവം എന്റെ കൂടെയുള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും എന്നെ തോൽപ്പിച്ചു കളയാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ! കാരണം അവൻ സർവശക്തനായ ദൈവമാണ്. ഒരു ശത്രുവും എത്ര എതിരായി നിന്നെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, ആരും സഹായിപ്പാൻ ഇല്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. അല്ലെ? നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവം അല്ലേ പറയുന്നത്? ആരും സഹായിപ്പാൻ ഇല്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു. ആ കരങ്ങളെല്ലാം ഉയർത്തി ആരാധന, 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 ഓ ആരാധന, ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ എന്റെ കർത്താവ് നടത്തും. എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട്? ഹല്ലേലൂയ! ഒന്നിനും കുറവില്ലാതെ നമ്മളെ നടത്തുന്നത്
നമുക്ക് ഈ ലോകത്തിൽ പ്രിയമായ ഒത്തിരി ആൾക്കാരുണ്ടല്ലേ നമ്മൾ ആശ്രയിക്കാൻ. പക്ഷെ പാട്ട് ഇപ്രകാരം പാടുന്നുണ്ട്: ഉലകിലൻ അരികില പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എത്ര പേർക്ക് പറയാൻ പറ്റും ഈ രാത്രിയില്? വെറുതെ പറയില്ല ആരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ സാഹചര്യത്തിൽ നമ്മൾ ഓരോ കാര്യത്തിൽ നമ്മൾ ആശ്രയിക്കും. ചിലപ്പോൾ അന്നേരത്തെ ഒരു നിലനിൽപ്പിന് വേണ്ടിയായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി നമുക്കൊരു തീരുമാനം എടുക്കാവോ? ഉലകിൽ എന്നെ അരികിലായി പ്രിയമായ പലതുണ്ട്, പക്ഷെ കർത്താവേ അതിലെല്ലാം പ്രിയമായി എൻ്റെ കർത്താവെ അങ്ങ് മാത്രമാ. ഈ രാത്രികാലം എത്ര പേർക്ക് പറയാം? ഓ ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. എങ്കിലോ കാൽവരി സ്നേഹത്തിൻ മുൻപിലായി അലിഞ്ഞു പോ ഇവയെല്ലാം മഞ്ഞു പോലെ. അടുത്ത വരി പ്രകാരം പാടുന്നു: കൂട്ടുകാർ പിരിഞ്ഞിടും. എന്നും നിന്റെ കൂടെ നിൽക്കുന്നവർ എപ്പോഴും നിന്റെ കൂടെ നിൽക്കത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഏത് സമയത്തും നിന്റെ കൂടെ ഉണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മൾ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളോട് ഞാൻ വീട്ടിൽ പറയാറുണ്ട്, അമ്മ ഒന്നും കൊണ്ടും വിഷമിക്കണം, ഞാൻ എപ്പോഴും കൂടെ ഉണ്ടെന്ന് പറയും. പക്ഷേ ഈ കൂടെ നിൽപ്പും കൂടെ പറച്ചിലും ഒക്കെ മരണം വരെ ഉള്ളൂ. ഹല്ലേലൂയ. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെങ്കിൽ അതിൽ എൻ്റെ കർത്താവ് മാത്രം എൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. പാട്ടുകാരൻ പാടുന്നതാണ്: കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളും മറന്നു പോകും. കൂട്ടുകാർ പിരിഞ്ഞിടും, സോദരർ കൈവിടും, മാതാപിതാക്കളോ മറന്നു പോകും. മരണത്തിൻ കൂരിരുൾ താഴ്വര കഴിവോൾ പിരിയാതെ കൂടവേ പാർത്തിടും താൻ. നമുക്കറിയാവുന്നൊരു വാക്യമാണ്, യഹോവ എൻ്റെ, ചേർന്ന് പറയാമോ? യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. നമുക്കറിയാം നോക്കാം. അപ്പം നമ്മൾ അതിനകത്ത് വായിക്കുന്നുണ്ട്: കൂരിരുൾ താഴ്വരയിൽ കൂടി നീ നടന്നാലും ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. കാരണം നമ്മൾ കൂരിരുളേറിയ ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മളെ സഹായിപ്പാനോ നമ്മളെ താങ്ങാനോ നമ്മളെ നിലനിർത്താനോ ആരും കാണത്തില്ല. പക്ഷെ ആ കൂരിരുളുടെ അവസ്ഥയിലും നിന്നെ കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് ഇന്ന് രാത്രിയും നമ്മുടെ അടുക്കൽ എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അല്പസമയം ആദാസ്ഥാനങ്ങളിൽ നിന്നൊന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ഈ ഒരു വർഷം പിൻപോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മളെ നടത്തിയിരിക്കുന്നത്. കർത്താവിന് ഒരു നന്ദി കരയറ്റാമോ? അല്ല, മാസം അവസാനം മാത്രം നന്ദി കരയറ്റാൻ നിൽക്കരുത്. ഇന്ന് കരങ്ങളെയൊക്കെ ഉയർത്തി ഒന്ന് ആത്മാർത്ഥതയോട് കർത്താവിന് നന്ദി കരയറ്റാമോ? കർത്താവേ, അങ്ങ് ഞങ്ങളെ നടത്തിയ വഴികൾ, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച കർത്താവേ, നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ ബലമുള്ളവരൊക്കെ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോഴും ഈ വർഷം കൂടെ ജീവിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നല്ലോ. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രതികൂലമില്ലാഞ്ഞിട്ടല്ല, ബുദ്ധിമുട്ടില്ലാഞ്ഞിട്ടല്ല, ഇവിടെ എല്ലാം തകർന്നു പോകാതെ നമ്മളെ കരം പിടിച്ചൊരു കർത്താവുണ്ട്. എത്ര പേരാ കർത്താവിനെ വായികളെ തുറന്ന് സ്തുതിക്കും? ഓ കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. എന്റെ കഴിവല്ല. ഓ കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ പാടാ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തും
എന്തു നീ കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാൻ ഇല്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാൻ ഇല്ലായേ, ദയയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, ദയയൊന്നു മാത്രം യേശുവേ. കൃപയാൽ, ഓ കൃപയാൽ, 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 കൃപയൊന്നു മാത്രം യേശുവേ. ഓ കൃപയാൽ, 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 കൃപയൊന്നു മാത്രം യേശുവേ. അല്പസമയം കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് നമുക്ക് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആ കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് കർത്താവിനൊരു നന്ദി കരയറ്റാമോ? കൃപയൊന്നും മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഈ ലോകത്തിലൊന്നുമില്ല. അതിലെല്ലാം ഉപരിയായി കർത്താവെ അങ്ങ് മാത്രമാ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, യേശുവേ അങ്ങയ്ക്ക് നന്ദി. ഹല്ലേലൂയ. കൃപയേറും കർത്താവിലെ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നൽ ആശ്വാസം. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമാ. ദുരിതങ്ങൾ നിറയും ഈ ഭൂവാസം, കൃപയാൽ മനോഹരമാ. കൃപയൊന്ന് ആശ്രയം. ഹല്ലേലൂയ. കൃപ ഒന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമി ആനന്ദ തണലാകും. ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും, കൃപയോ തന്നാശ്രയമായി. ഇരുൾപാതയിൽ അനുദിനമൊളി നൽകും, കൃപയോ തന്നെ. ചേർന്ന് പാടാം. കൃപ. ഹല്ലേലൂയ. കൃപയൊന്നൻ ആശ്രയം. ഹല്ലേലൂയ. കൃപ ഒന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാൽ ഓ കൃപ മതിയെന്നാലോ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലോ. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഒരവൈരി ബലമാവൻ തകർത്തല്ലോ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നൻ ആശ്രയം. ഹല്ലേലൂയ. കൃപ ഒന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലോ. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലോ. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലം എനിക്കവനെന്നാലും. തിരുജീവനെ തന്നവനിനി മേലും കൃപയാൽ
നടത്തുവനെ. തിരുജീവനെ തന്നവൻ ഇവേനും കൃപയാൽ നടത്തുവന്റെ. കൃപ കൃപ കൃപയൊന്നൻ ആശ്രയം. ഹല്ലേലൂയ. കൃപ കൃപ ഓ ആനന്ദറായി. വൈരികൾ വന്നാലും എത്തിരുയർന്നാലും കൃപ മതിയെന്നാലോ. വൈരികൾ വന്നാലും എത്തിരുയർന്നാലും കൃപ മതിയെന്നാലോ. ഓ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ. യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ. യേശുവിൻ. അതുകൊണ്ട് വായികളെ തുറന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനാ. ഒരിക്കൽ കൂടി ആ വായികളെ തുറന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. കരങ്ങളെല്ലാം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.